ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ സങ്കടത്തിൽ അദ്ദേഹം പറയുന്നു, ഈ ദുഃഖാർത്തരായ കുടുംബത്തിന് അദ്ദേഹം ആദരാഞ്ജലി ആശ്വാസങ്ങൾ എത്തിക്കാൻ ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് അദ്ദേഹം അറിയുന്നുണ്ട്. അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരുമായും അദ്ദേഹം ബന്ധപ്പെടുന്നുവെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നുകൂടി ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് പ്രതിനിധിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ അപകടത്തിൻ്റെ വാർത്ത അറിഞ്ഞതിന് ശേഷം നമ്മുടെ വാർത്താ സംഘം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും അവിടേക്ക് എത്തിച്ചേരുകയാണ്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നു ആദ്യം എത്തി. അഭിജിത്ത്, ചൂരൽമലയിൽ ഇപ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാൻ വയ്യാത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്ന. മൃതദേഹങ്ങൾ ഒഴുകിപ്പോകുന്നു ചാലിയാർ പുഴ വഴി എന്ന് നാട്ടുകാർ അറിയിക്കുന്നു. ഇപ്പോൾ ചാലിയാർ പുഴയിൽ പൊങ്ങി നടക്കുന്ന മൃതദേഹങ്ങൾ ഒരു സാധാരണ കാഴ്ചയായി എന്ന് ചില ആളുകൾ നമ്മോട് ടെലിഫോണിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? ആശങ്കപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ചൂരൽമലയിൽ നിന്ന് നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം കുത്തിയൊലിക്കുന്ന പുഴ. ഇവിടെ ഒരുപാട് ജീവനുകൾ ഉണ്ടായിരുന്നു. ഒരു ദേശത്തെ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടാണ് ഈ ഒരു വെള്ളം, ഈ ഒരു മലവെള്ളം ഇപ്പോൾ കുത്തിയൊലിച്ചു പോകുന്നത്. എത്ര ജീവനുകൾ ഇതിനടിയിൽ ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല. ഏറെ ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ച. ഇപ്പോഴും പല വീടുകളിലും പല സ്ഥലങ്ങളിലായി നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. അത് ആരൊക്കെ, അത് എത്ര പേർ എന്നുള്ള കാര്യങ്ങളിൽ ആർക്കും യാതൊരു കണക്കുമില്ല. രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. സൈന്യത്തെ ഉൾപ്പെടെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് നിലവിൽ തുടക്കമായിട്ടുണ്ട്. ആ രീതിയിൽ NDRF സംഘങ്ങൾ, അങ്ങനെ ഫയർഫോഴ്സ് സംഘങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലും നാട്ടുകാരുൾപ്പെടെയുള്ളവർ ചേർന്ന് ഈ മേഖലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചൂരൽമല പുഴയാണ്. ഈ ചൂരൽമല പുഴയിൽ നിന്ന് നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായാണ് ഈ മുണ്ടക്കൈ പ്രദേശമുള്ളത്. അവിടേക്ക് എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്, വളരെ ദുഷ്കരമാണ്. ഈ പുഴ മറികടന്ന് വേണം അവിടേക്ക് എത്താൻ. പക്ഷേ നിലവിൽ ഈ രണ്ട് ഭാഗങ്ങളെ, മുണ്ടക്കൈയെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം, അത് അപ്പാടെ ഈ ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി, ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി നാമാവശേഷമാകുന്ന കാഴ്ച. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് എത്തി വേണം അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ. അത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ഹെലികോപ്റ്റർ സഹായം ഉൾപ്പെടെ എത്തിക്കണമെന്നുള്ള ആവശ്യം ഉയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും കാലാവസ്ഥ ഒരു വലിയ പ്രതികൂല ഘടകമായി അവിടെ നിലനിൽക്കുകയാണ്. ദുഷ്കരമായ ഒരു രക്ഷാദൗത്യം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. നിരവധി പേർ ഇപ്പോഴും സഹായത്തിന് അഭ്യർത്ഥിച്ചുകൊണ്ട്, സഹായത്തിന് അപേക്ഷിച്ചുകൊണ്ട് അവിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് എത്ര ഭീതിപ്പെടുത്തുന്നതാണ് ആ അവസ്ഥ, അവരുടെ നിസ്സഹായ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പൊ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ തത്സമയം ലേറ്റസ്റ്റ് ആയിട്ട് അയക്കുന്ന ദൃശ്യമല്ലേ? ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ ഈ ചൂരൽമല പുഴയുടെ ഒരു ഭാഗത്തായി അപ്പുറത്തേക്ക്, അതായത് ഈ മുണ്ടക്കൈ പ്രദേശത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ, അത് ഏത് വിധേനയെങ്കിലും ആ ഒരു ശ്രമത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ശ്രമം വിജയം കാണുക എന്നുള്ളത് തന്നെയാണ് പരിഗണന. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിസ്സഹായരായ ഈ സ്ഥലത്ത് നിന്ന്, ഇത് മുണ്ടക്കൈ ആണല്ലോ, ഇവിടെ നിന്ന് എത്ര ദൂരെയാണ് ഈ ചൂരൽമല, ഈ പാലം ഒഴുകിപ്പോയ സ്ഥലം? ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം താഴെയാണ് ഈ പാലം ഒഴുകിപ്പോയ പ്രദേശമുള്ളത്. തൊട്ടു താഴെ, അതായത് ഈ ചൂരൽമല എന്ന് പറയുന്ന വെള്ളാർമല സ്കൂളിന്റെ കെട്ടിടത്തിന്റെ താഴെയാണ് ഈ പാലം ഉള്ളത്. ഓക്കെ, അഭിജിത്ത് കൂടി നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. അഭിജിത്ത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചൂരൽമലയിലെ യഥാർത്ഥത്തിൽ ഇവിടവുമായി ബന്ധപ്പെടാനുള്ള ഏക സാധനമായിരുന്നു ആ പാലമാണ് ഇപ്പോൾ ഒഴുകിപ്പോയിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വല്ലാതെ ആളുകൾ ഒറ്റപ്പെട്ടു പോയി. വീടിനുള്ളിൽ തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. സൈന്യത്തിൻ്റെ ഇടപെടൽ വേണമെന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്നു. തങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അതുപോലെ മരണസംഖ്യ അവിടെ കൂടുന്നു. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 19ആയി. ചാലിയാർ പുഴയിൽ തന്നെ അവിടുന്ന് തന്നെ 10 മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തു. വയനാട്ടിലെ 2 തവണ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല. മാത്രവുമല്ല, ഹെലികോപ്റ്ററിന് മേപ്പാടിയിൽ ഇറങ്ങാൻ കഴിയുമെങ്കിൽ പോലും മേപ്പാടിയിലേക്ക് എത്താൻ കഴിയുന്ന കാലാവസ്ഥയിൽ ഇപ്പോൾ അവിടെ കനത്ത മഴ പെയ്യുന്നുണ്ട്. കാറ്റും നല്ല കാറ്റടിക്കുന്ന സാഹചര്യമുണ്ട്.
ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ശരിയാണ്. ഹാഷ്മി, എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ? സത്യം പറഞ്ഞാൽ ഈ ചൂരൽമലയിലെ പാലം, ഈ മുണ്ടക്കൈ ചൂരൽമലയിലെ ആ റോഡിലുള്ള ആ പാലം ഒഴുകിപ്പോയതാണ് ഏറ്റവും വലിയ ദുരന്തത്തിന് ഇവിടെ സാക്ഷിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രക്ഷാപ്രവർത്തകനും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അതുതന്നെയാണ് പ്രശ്നം. നമുക്ക് ആ ദുരന്ത വ്യാപ്തി അറിയണമെങ്കിൽ മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിച്ചേർന്നേ മതിയാകും. അതിന് ഒന്നുകിൽ ആ പാലം പുനഃസ്ഥാപിക്കണം. എസ്കേന്ദ്ര ഏറ്റവും ഒടുവിൽ PV അൻവർ MLA ഈ ചൂരൽമല മേഖലയിൽ സന്ദർശിച്ച ശേഷം നമുക്ക് അയച്ചു തന്ന 1-2 ദൃശ്യങ്ങളുണ്ട്. എസ്കേൻ അതിഭീകരമായ ദൃശ്യങ്ങളാണ്. എസ്കേൻ അത് പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ വേദന ഉണ്ടാക്കുന്ന ഏറ്റവും ഷോക്കിംഗ് ആയ ചില ദൃശ്യങ്ങൾ PV അൻവർ MLA അയച്ചിരുന്നു. എസ്കേൻ വല്ലാത്ത അവസ്ഥ മേഖലയിലുണ്ട്. ഇപ്പോൾ തന്നെ 15 ആണോ 19 ആണോ എന്നറിയുന്നത് ചൂരൽമല. അതിനോടൊപ്പം തന്നെ ചാലിയാർ പുഴ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന ഒരു പുഴയായി മാറുന്നു.